ഹായ് ഡോട്ട്സ് അക്കാഡമിയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 CGL ചോദിച്ച പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്ഷൻസും നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം വരുന്നത്? ഹൂ ഈസ് ദി Administrative Head of the Indian Audit and Accounts Department. Indian Audit and Accounts Department Administrative Head ആരാന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? അക്കൗണ്ടന്റ് ജനറൽ, പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ആൻഡ് ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ് ആൻസർ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ദി കൺട്രോളർ ആൻഡ് ദി ഓഡിറ്റർ ജനറൽ. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് ഈ പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 148 148 ദി കൺട്രോളർ ആൻഡ് ദി ഓഡിറ്റർ ജനറൽ വരുന്നത്. ആൻഡ് ഹീ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. എത്ര വയസ്സ് വരെയാണ്? 6 or 65 years. സോ കാലാവധി വരുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ചോദ്യം വരുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ്? സോ ദാറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾസിൻ്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് 15 to 21, ആർട്ടിക്കിൾസ് 5 to 11, 2 to 4 and 25 to 31. ഏതാ വരുന്നത്? ആർട്ടിക്കിൾസ് 5 to 11, 5 മുതൽ 11 വരെയാണ്. ഏത് ഭാഗത്താണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്? പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. ഹു ഹോൾഡ്സ് ദി അതോറിറ്റി ഓഫ് ട്രാൻസ്ഫറിംഗ് ജഡ്ജസ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ ഹൈക്കോർട്ട്? ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അതെന്തായാലും അല്ല, നമുക്കറിയാം അല്ലേ. രണ്ടാമത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, മൂന്നാമത്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ദ ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഇതിലൊരു കാര്യം നമുക്കറിയാം, എയും ഡിയും ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ബേസിക് ഐഡിയ പോളിറ്റിയെക്കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എന്താ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സോ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം നോക്കിയാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് കൺവേസ് ദ മീനിങ് ഓഫ് ദ വേർഡ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഇതിലെ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കൺവേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഇലക്റ്റഡ് ഹെഡ്, നോമിനേറ്റഡ് ഹെഡ്, സബോർഡിനേറ്റ് ഹെഡ് ആൻഡ് ഹെറിഡിറ്ററി ഹെഡ്. ഇതിൽ സബോർഡിനേറ്റ് ഹെഡ് വരില്ല എന്നുള്ളത് നമുക്കറിയാം. നോമിനേറ്റഡ് അല്ല, നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനേറ്റഡ് ഹെഡ് അല്ല. ഇലക്റ്റഡ് ഹെഡ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം. ഹെറിഡിറ്ററി ടൈറ്റിലും അല്ല. ബ്രിട്ടീഷ് ക്വീൻ പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കിങ് പോലെയോ ഒരു ഹെറിഡിറ്ററി ടൈറ്റിൽ അല്ല നമുക്കുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഇലക്റ്റഡ് ഹെഡ് ആണ്. ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന നമ്മുടെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അതാണ്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ. അപ്പം നമ്മളത് ഇലക്റ്റഡ് പേഴ്സൺ ആണ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഇലക്റ്റഡ് പേഴ്സൺ ആണ്. സോ അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം എന്താണ്? ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ ദ ഡാഷ് അമെൻമെൻറ്റ്. സോ എത്രാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരുവിധം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻസ് എന്തായാലും നോക്കാം. 73rd, 42nd, 34 and 44th അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ നമുക്കറിയാം ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ബൈ ദി 42nd അമെൻമെൻറ്റ് ആക്ട്. They were added by the 42nd Amendment Act, and 42nd Amendment Act ഏത് വർഷമാണ് വരുന്നത്? 42nd Amendment Act by the year 1976. So 42nd Amendment Act ആരുടെ റെക്കമെൻഡേഷൻ ആണ്? സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെട്ടത്. 1976 ആഡ് ചെയ്തത്. സോ ദാറ്റ് മീൻസ് നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 നിലവിൽ വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. 42nd Amendment Act 1976. ദെൻ ആർട്ടിക്കിൾസ് ഏതാണ്? 51A ആർട്ടിക്കിളാണ്. ആൻഡ് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ചുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത്
വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. Now what is the sixth question? Who is the first law officer of India? Who is the first law officer of India? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ല. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണോ? അതെ. മിനിസ്റ്റർ ഓഫ് ലോ അല്ല. ആൻഡ് ദി അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് അല്ല. സോ ഇന്ത്യ വരുന്നത് 2 പേരാണ് വരുന്നത്. അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്തായാലും ഫസ്റ്റ് ലോ ഓഫീസർ അല്ല. ആരാണ് വരുന്നത്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ലോ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം അത് ഓർക്കുക. അതേപോലെ തന്നെ ആർട്ടിക്കിൾ എന്താണ്? അറ്റോർണി ജനറലിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 ആണ്. ആൻഡ് ദി പ്രസൻറ്റ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കട്ടരമണിയാണ് ദ പ്രസൻറ്റ് അറ്റോർണി ജനറൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിനെ സംബന്ധിച്ചുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആഡഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അല്ലേ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ 42nd അമെൻമെൻറ്റ് ആക്ട് 1976. സോ അതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് അത്. സോ 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976, 47th, 44, 52nd ഇതൊന്നും വരുന്നില്ല. ആദ്യം തന്നെ ഉത്തരം കിട്ടിയോണ്ട് തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. സോ ദാറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 ആണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18ലാണ്. ആൻഡ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് 6 ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 19 ഫ്രീഡം. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺവിക്ഷൻ്റെ കേസ് വരുവാണെങ്കിൽ, ഒരു ഒഫൻസിന് കോൺവിക്റ്റഡ് ആണെങ്കിൽ ആ പറയുന്ന ആൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നതാണ്. കോൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് എന്താ വരുന്നത്? അറിയാലോ, ഏതാ? അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിഡ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പബ്ലിഷ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ ജൂൺ 1948, മെയ് 1948, ജനുവരി 1948 ആൻഡ് ഫെബ്രുവരി 1948. അതായത് ഇതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാം 1948ലാണ്. സോ ഫസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് വന്നത് ഫെബ്രുവരി 1948ലാണ്. ആൻഡ് ദാറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ BN റാവു. BN റാവു ആണിത് പ്രിപ്പയർ ചെയ്തത് ഫെബ്രുവരി 1948. ആൻഡ് ദ ഫസ്റ്റ് ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ബ്ലൂ പ്രിൻറ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ BN റാവു. എപ്പോഴാണ് അത് പുറത്തു വന്നത്, പബ്ലിഷ് ചെയ്തത്? ഫെബ്രുവരി 1948ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, എന്താണ്? ദ പെൻഷൻസ് പേയബിൾ ടു or in respect of the officers and servants of the Supreme Court are charged upon. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ബേസിക്കലി സുപ്രീം കോർട്ടിൻ്റെ പെൻഷൻ, ഓഫീസേഴ്സിൻ്റെയും അതേപോലെ സെർവൻസിൻ്റെയും പെൻഷൻ അത് ചാർജ്ഡ് അപ്പോൺ ഏതാണെന്നുള്ളത്. ചാർജ്ഡ് അപ്പോൺ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം. എന്താണ്? ഇറ്റ് ഈസ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ദി പെൻഷൻസ് ചാർജ്ഡ് അപ്പോൺ വരുന്നത്. നോട്ട് RBI, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി ഇതല്ല. ആൻഡ് ദെൻ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒന്നും ഈ ഒരു സെക്ഷനിൽ വരുന്നില്ല. അതായത് ബേസിക്കലി നമുക്കിത് മൂന്നിൻ്റെയും ഫംഗ്ഷൻസ് ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ഇനിയല്ല, സുപ്രീം കോർട്ട് നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾക്കും ചാർജ്ഡ് അപ്പോൺ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് കംസ് അണ്ടർ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് 11th ക്വസ്റ്റ്യൻ പറയുന്നത്? ഓൺ 20th July 2021 the Supreme Court struck down certain provisions of Part 9B of the Constitution of India and Part 9B was related to. So question എന്ന് പറയുന്നത് അവസാനം പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? പാർട്ട് 9B എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മുഴുവൻ നമ്മൾ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ദിസ് ഇസ് കറണ്ട് അഫയേഴ്സ്. പക്ഷേ പാർട്ട് 9B അറിയാവുന്ന ഒരാൾക്ക് ഇത്ര എഴുതാൻ പറ്റും. ഏതാണ് പാർട്ട് 9B? പഞ്ചായത്താണോ? മുനിസിപ്പാലിറ്റി ആണോ? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ? സബോർഡിനേറ്റ് കോർട്സ് ആണോ? ഏതാ വരുന്നത്? പാർട്ട് 9B എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായി സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ സർട്ടൺ പ്രൊവിഷൻസ് സ്ട്രക്ക് ഡൗൺ ചെയ്തു, സർട്ടൺ പ്രൊവിഷൻസ് ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ പാർട്ട് 9B, ഈ പാർട്ട് 9B ഇൻക്ലൂഡ് ചെയ്തത് തന്നെ വളരെ റീസെൻ്റ്ലിയാണ് ബൈ ദി 97th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011. 2011 97th അമെൻമെൻറ്റ് ആക്ടിലാണ് ഈ പറയുന്ന ഒരു പ്രൊവിഷൻ
ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും കൊണ്ടുവരുന്നത് തന്നെ. സോ 97th അമെൻമെൻറ്റ് ആക്ടിലാണ് 9B വരുന്നത്. ആൻഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്? പാർട്ട് 9ലാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് വരുന്നത് ബൈ ദി 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. മറക്കരുത്, 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. ആൻഡ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് പാർട്ട് 9A. ഇപ്പം 9B ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ 9A, റൈറ്റ്? സോ 9A എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തത് അതെപ്പോഴാണ്? ബൈ ദി 74th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് 74ാമത്തെ അമെൻമെൻറ്റ് 1992ലാണ് വരുന്നത്. പാർട്ട് 9 തന്നെ എപ്പോഴാണ് വരുന്നത്? 73rd അമെൻമെൻറ്റ് ആക്ടിലാണ്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതും കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി വരുന്നതാണ്. അതിലെ മുഴുവൻ പ്രൊവിഷൻസ് അല്ല, ചില പ്രൊവിഷൻസ് സ്ട്രക്ക് ഡൗൺ ചെയ്തു എന്നുള്ളത്. സോ ദാറ്റ് മീൻസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നമുക്ക് CGL പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതറിയാം എങ്കിൽ അത് അറിയും. അതേപോലെ തന്നെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയണം. കാരണം അവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ 12th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ എന്താ 12th ക്വസ്റ്റ്യൻ പറയുന്നത്? റൈറ്റ് ടു വർക്ക് plan under the National Rural Employment Guarantee Act 2005 was implemented in how many districts in the first phase? അതായത് ഫസ്റ്റ് ഫേസിൽ NREGA, ദാറ്റ് ഈസ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 അനുസരിച്ച് ഈ റൈറ്റ് ടു വർക്ക് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്ന ആ ഒരു പ്ലാൻ എത്ര ഡിസ്ട്രിക്ട്സിലാണ് ആദ്യം കൊണ്ടുവന്നപ്പോഴേ? 2006ലാണ് നിലവിൽ വരുന്നത്. അങ്ങനെ വന്നപ്പോഴേ എത്ര ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഫേസിൽ എത്ര ഡിസ്ട്രിക്ട്സിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? 150, 200, 100 ആൻഡ് 120. സോ ദാറ്റ്സ് കുറച്ച് പഴയ ഒരു കാര്യമാണ് നമുക്ക്. പക്ഷേ ചോദ്യം ചോദിച്ചത് പ്രീവിയസ് ഇയർ CGL ശ്രദ്ധിക്കുക. 200 ഡിസ്ട്രിക്ട്സിലാണ്, 200 ഡിസ്ട്രിക്റ്റാണ് ഫസ്റ്റ് ഫേസിൽ, 200 ഡിസ്ട്രിക്ട്സിലാണ് ഈ ഒരു പ്ലാൻ, ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 13ാമത്തെ ക്വസ്റ്റ്യൻ? ഇൻ February 2021, through which of the following cases did the Supreme Court rule that in the cases when the juvenile offender is under 18 years and above 16 years, he or she should be remitted to jurisdictional juvenile justice board? സോ ഇതൊരു പക്ക കറണ്ട് അഫയേഴ്സ് ആണ്, 2021 കറണ്ട് അഫയേഴ്സ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ആൾ പറഞ്ഞിരിക്കുന്നത്, അതായത് ജുവനൈൽ ഒഫൻഡർ ആണ്, കുട്ടിയാണ്, 16 വയസ്സിൽ കൂടുതലും എന്നാൽ 18 വയസ്സിൽ കുറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ പറയുന്ന വ്യക്തിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് റെഫർ ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റിലുള്ള റിമിഷൻ, അതായത് കുറവും വരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കേസ് പറഞ്ഞു എന്നുള്ളതാണ്. സോ ഇതൊരു പക്ക കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പത്രം വായിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ ഓപ്ഷൻസ് എല്ലാം കേസസ് ആണ്. രാഹുൽ ശർമ്മ വേഴ്സസ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. സോ അത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. സോ ദാറ്റ് മീൻസ് എന്തെങ്കിലും ക്ലെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളാവാനാണ് സാധ്യത. അപ്പോൾ തീരെ അറിയാത്ത ഒരാൾക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ബാക്കി 3ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ അറിവുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ലൈക്ക് സാത്വീർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന് പറയുന്നത് ഡൗറി ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഴയൊരു കേസാണ്. ഈ സത്ബീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ആൻഡ് ലക്ഷ്മിബായി ചന്ദ്രഗി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്നത് 2 ഇൻഡിവിജ്വൽസ് കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് ഫാമിലിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ കൺസെൻറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതും നമ്മുടെ ചോദ്യവുമായിട്ട് വരുന്നില്ല. സോ നമ്മുടെ കേസ് ഏതാ വരുന്നത്? ദേവിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. സോ ഇതിലാണ് 16നും 18 വയസ്സിലാണ് ഒരു ഒഫൻഡർ വരുന്നതെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ അക്യൂസ്ഡ് ആണെങ്കിൽ പോലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് റെഫർ ചെയ്യണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്? അതായത് യൂണിയൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? പാർട്ട് 5, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 6. ഇത് നമുക്കറിയാം. പാർട്ട് 3 എല്ലാവരും എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പം പഠിച്ചു പോകുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ പാർട്ട് 4ഉം എന്തായാലും പഠിക്കുന്നതായിരിക്കും. അതെന്താണ്? DPSP ആണ്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ വരുന്നത് ഏതാണ്? 2 എണ്ണമാണ് വരുന്നത്, 5ഉം 6ഉം തമ്മിലാണ്. അപ്പോൾ ഇതിൽ യൂണിയൻ എക്സിക്യൂട്ടീവുമായിട്ട് പറയുന്നത് പാർട്ട് 5ഉം ആൻഡ് പാർട്ട് 6 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പാർട്ട് 6. 4 ഓപ്ഷൻസും പഠിച്ചിട്ട് പോവുക കേട്ടോ. പഠിക്കാനിരിക്കുന്ന ഒരാൾ അടുത്ത
എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമല്ല നമ്മൾ പഠിക്കുന്നത്, ഓപ്ഷൻസും കൂടി പഠിച്ചിട്ട് പോകണം. നാളെ ഇത് ചോദ്യമാകാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള പാർട്ട് ചോദ്യമാകാം, എന്തും ഇതുപോലെ സത്ബീർ സിംഗിൻ്റെ ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസും കൂടി കൂടെ പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 15th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് അമെൻമെൻറ്റ്സ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി എ ലീഗൽ റൈറ്റ് ഇൻ പ്ലേസ് ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? ഒന്നുമില്ല അല്ലേ. റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞത് ഏത് വർഷമാണ്? ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റിയത് ഏത് വർഷമല്ല, ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് അതൊരു ലീഗൽ റൈറ്റ് ആക്കിയത് എപ്പോഴാണ് എന്നാണ് ചോദ്യം വരുന്നത്. സോ ഏത് അമെൻമെൻറ്റ് ആക്ട് ആണ്? 40th, 48th, 44th ആൻഡ് 45th ഏതാണ്? ദിസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. അപ്പം 44th അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് എന്ത് വരുന്നത്? 44th അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആവുന്നത്. ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 300A. 300A ഇപ്പോൾ അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് കിടക്കുന്നത്. സോ നോ മോർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആൻഡ് വർഷവും കൂടി ഓർക്കുക, 1978 ആണ്. 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താവുന്നത്? ലീഗൽ റൈറ്റ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ നോട്ട് പ്ലേസ്ഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ്. പാർട്ട് 3 എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പ്ലേസ് ചെയ്യാതിരുന്നത്? കാരണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇപ്പം നോക്കിയതേ ഉള്ളൂ അല്ലേ. പാർട്ട് 4A വരുന്നത്. എന്ത് കാരണത്താലാണ് പാർട്ട് 4A വെച്ചതും 4ൽ വെച്ചത് പാർട്ട് 3ൽ വെക്കാഞ്ഞത്? എന്താ റീസൺ? ഓപ്ഷൻസ് എന്താണ്? നോൺ ജസ്റ്റീഷ്യബിൾ, ജസ്റ്റീഷ്യബിൾ, നോട്ട് എൻഫോഴ്സബിൾ, അബ്സല്യൂട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇത് തമ്മിലായിരിക്കും പ്രശ്നം വരുന്നത്. കാരണം ഇത് രണ്ടും കോൺട്രഡിക്റ്ററി ആണ്. അപ്പോൾ ഇതിലേതോ ഒന്നായിരിക്കണം ആൻസർ വരുന്നത്. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? റൈറ്റ്സ് ആണ്, അത് അവകാശമാണ്. ആ അവകാശത്തിൻ്റെ പ്രശ്നം എന്താണ്? ദേ ആർ ജസ്റ്റീഷ്യബിൾ. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കർത്തവ്യം, ദേ ആർ നോട്ട് ജസ്റ്റീഷ്യബിൾ അല്ല. അപ്പം ഇക്കാരണത്താലാണ് ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്ന കേസ് ആയതുകൊണ്ടാണ് അതെന്താണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വെക്കാതെ അത് പാർട്ട് 4ൽ പാർട്ട് 4A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാക്കി വെച്ചത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. Which of the following statements are correct regarding the center-state relations pertaining to the 3 lists of the Indian Constitution? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? 3 ലിസ്റ്റിനെ സംബന്ധിച്ചാണ്, സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. സോ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാ പറയുന്നത്? സബ്ജക്ട്സ് which are not included in any of the 3 lists are called residuary subjects. അത് നമുക്കറിയാം ഇല്ലേ. 3 ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല, യൂണിയൻ ലിസ്റ്റിലില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലില്ല, കൺകറൻറ്റ് ലിസ്റ്റിലില്ല, എങ്കിൽ അത് റെസിജ്വൽ ആണ്. സോ റെസിജ്വൽ സബ്ജക്റ്റ് എന്ന്, റെസിജ്വറി സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലോ അല്ലേ? ശരിയാണ്. Now if there is a conflict between the union list and the state list, then the former prevails. Obviously അല്ലേ, നമ്മളൊരു ക്വാസി ഫെഡറൽ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഫോമർ പ്രിവെയിൽസ് എന്ന് പറയുന്ന ഒരു ബേസിക് ലോജിക്കാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ യൂണിയൻ ലിസ്റ്റിലുള്ളതായിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. വെൻ ദി പാർലമെൻറ്റ് ഇനാക്ട്സ് എ ലോ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് 2 or more states, then that law made by the parliament on the state list is applicable to all the states. അപ്പോൾ ഇതിൽ 2-3 കേസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്കിത് അറിഞ്ഞിരിക്കണം, പാർലമെൻറ്റ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുമോ? 2-3 സംസ്ഥാനം അല്ല 2-2-ൽ കൂടുതൽ സംസ്ഥാനം ഒരു റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റിൽ പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? ഒരു എമർജൻസി ഒന്നും ഇല്ലാത്തൊരു കേസിൽ 2-3 സ്റ്റേറ്റ്സ് വെറുതെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് പാർലമെൻറ്റിനോട് പറയുകയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വാലിഡ് ആണോ എന്ന് അറിയണം. ഇനി അത് വാലിഡ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓൺ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ സ്റ്റേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അത് ഓൾ ദ സ്റ്റേറ്റ്സിന് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് ഈ 2 പോയിന്റിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ഓപ്ഷൻസിലും എന്താ പ്രശ്നമുള്ളത്? സി എല്ലാ ഓപ്ഷൻസിലും ഉണ്ട്. സി ഇല്ലാത്ത ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം എഴുതാനും സാധിക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1ഉം എയും ബിയും കറക്റ്റാണ്. അപ്പോൾ എയും ബിയും കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ്? സിയും ഡിയുമാണ്. എന്തായാലും നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഇവിടെ ഈ പറയുന്ന ഫസ്റ്റ് പോയിന്റ് കറക്റ്റാണ്. അതായത് പാർലമെൻറ്റിന് വേണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കാം. സ്റ്റേറ്റ് 2-2-ൽ കൂടുതൽ സംസ്ഥാനങ്ങളോ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ
പാർലമെൻറ്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഇസ് പോസിബിൾ. ദ പാർലമെൻറ്റ് ക്യാൻ ഇനാക്ട് എ ലോ. പക്ഷേ രണ്ടാമത് പറഞ്ഞ പ്രൊവിഷനിൽ പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രൊവിഷൻ? നോട്ട് ഓൾ ദ സ്റ്റേറ്റ്സ്, ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ ദ സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ആപ്ലിക്കബിൾ അല്ല. ഏത് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്സ് ആണോ ആ റെസൊല്യൂഷൻ പാസ്സാക്കിയത് ആ സ്റ്റേറ്റ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ 2 or 3 സംസ്ഥാനങ്ങൾ ചേർന്ന് നിന്നു, ആ 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഈ ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമം ബാധകമാവുന്നുള്ളൂ. അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ ഈ പറയുന്ന സി അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് സിയിലെ ഈ സെക്കൻഡ് പോയിന്റ് തെറ്റായതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? എ ആൻഡ് ബി ഓൺലി. ഓക്കെ, ഇതിൻ്റെ മറ്റ് പ്രൊവിഷൻസും കൂടി നമ്മൾ നോക്കി വയ്ക്കുക. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20 കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് UPSCയെ കുറിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് വൺ, ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് റെഗുലേഷൻസ് ആസ് ടു കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദി ചെയർമാൻ, മെമ്പേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദി ആൻഡ് ദി സ്റ്റാഫ് ഓഫ് ദി കമ്മീഷൻ. അതായത് പാർലമെൻറ്റിനാണ് എന്ത് വരുന്നത്? പവർ വരുന്നത്. എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള പവറാണ്? സർവീസ് ഓഫ് ദി ചെയർമാൻ, മെമ്പേഴ്സ് ആൻഡ് ദി സ്റ്റാഫ് ഓഫ് ദി കമ്മീഷൻ. UPSC എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് തന്നെ പാർലമെൻറ്റിന് ഈ പവർ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് യൂഷ്വലി ആരാവാനായിരിക്കും സാധ്യത വരുന്നത്? പ്രസിഡൻ്റ് ആണ്. സോ അങ്ങനെ ഒരു ബേസിക് ലോജിക്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് പഠിച്ചില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല എങ്കിലും UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് എ ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ. ആ ഓപ്ഷൻ കിട്ടിയല്ലോ, B and C ഓൺലി. ഓക്കെ, അതായത് നമ്മൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അതിൻ്റെ റീസൺ എന്താണ്? ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സിയിനെ കുറിച്ച്, അതായത് സി നമുക്ക് ഉറപ്പായിരുന്നെങ്കിൽ നമുക്ക് ഉത്തരം ഇതുപോലെ കിട്ടുമായിരുന്നു. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റി. എന്നാലും നമുക്ക് ആ ബി ഒന്ന് നോക്കിയാലോ. ബി എന്താ പറയുന്നത്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 envisaged a public service commission for the federation and provincial public service commission for each province or group of provinces. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഫെഡറേഷനും, ഇന്നിപ്പോൾ നമ്മുടെ UPSC പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഓരോ പ്രോവിൻസ്, അതായത് ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോവിൻസിന്, ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് PSC എന്ന് പറയുന്നത്. അതാണ് അന്ന് 1935 ആക്ടിൽ ഇങ്ങനെയായിരുന്നു എൻവിസേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് റൈറ്റ്. അടുത്തത്, ദ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കെയിം ടു ബി നോൺ ആസ് എ UPSC ബൈ വെർച്യൂ ഓഫ് ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 378 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1950. ഇൻഫാക്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം വരും, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ? ക്ലോസ് 1 ആണോ, ക്ലോസ് 2 ആണോ, അല്ലെങ്കിൽ 378 ആണോ എന്നൊക്കെ സംശയം വരും. പക്ഷേ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി, വെറാസിറ്റി പോലും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഓപ്ഷൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഡിസംബർ 2021 ദ സുപ്രീം കോർട്ട് സസ്പെൻഡഡ് OBC കോട്ടാസ് ഫോർ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്. സോ ഏത് സ്റ്റേറ്റ്സിലാണ് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ എന്താണ് സസ്പെൻഡ് ചെയ്തത്? OBC കോട്ട സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. സോ അഗെയിൻ ഇതും ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു വർഷം 1.5 വർഷത്തെ കറണ്ട് അഫെയർസ് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് എന്താണ്? വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ്, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക. ആൻസർ വരുന്നത് മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലെയുമാണ് OBC കോട്ട സസ്പെൻഡ് ചെയ്തത് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ. ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്ന സമയത്ത് 27% OBC റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ OBC റിസർവേഷൻ, ആ കോട്ട എന്ത് ചെയ്താണ്, പിന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് സുപ്രീം കോർട്ട് പറഞ്ഞു അതൊക്കെ കൊടുക്കാം, റിസർവേഷനൊക്കെ കൊടുക്കാം, പ്രൊവൈഡഡ് എംപെരിക്കൽ ഡേറ്റ കളക്ട് ചെയ്യണം. ഓരോ സ്റ്റേറ്റിലെ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ എംപെരിക്കൽ ഡേറ്റ ബാക്ക്വേർഡ്നെസ്സിനെ സംബന്ധിച്ചുള്ള എംപെരിക്കൽ ഡേറ്റ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ തരുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് ഇവരുടെ ആ OBC കോട്ടയാണ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സോ ദാറ്റ് ഈസ് 22nd ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. അപ്പോൾ ഇത് നമുക്കറിയാം. ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കോൺസെപ്റ്റ് അവിടെ കിട്ടി. സോ ഡ്യൂട്ടി എന്ന് പറയുമ്പം ഏതായിരിക്കും ആർട്ടിക്കിൾ വരുന്നത്?
51A ആണ്. ഓക്കെ, 51Aയിൽ തന്നെ എച്ചിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഇൻ ഇന്ത്യ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. സോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ലോക്കൽ ബോഡിയുടെ കേസിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 243K-ലാണ്. പക്ഷെ അവരെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേപോലെയാണ് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസ് ശ്രദ്ധിച്ചു വയ്ക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണറാണ്. ആൻഡ് റിമൂവൽ എങ്ങനെയാണ് വരുന്നത്? ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന പോലെ. അപ്പം ദാറ്റ് മീൻസ് they are removed by the president. സോ ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. 2 ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഏതാണ്? 24th ക്വസ്റ്റ്യൻ. ദി ഒറിജിൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ട്രേസ്ഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദ്യം. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒറിജിൻ എവിടെ നിന്നാണെന്നാണ് ചോദ്യം. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോറോഡ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ബോറോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ എന്താ ഉള്ളത്? ഗാന്ധി ഇർവിൻ പാക്ട്, പൂന പാക്ട്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആൻഡ് കറാച്ചി റെസൊല്യൂഷൻ. സോ ഇവിടെ ആൻസർ വരുന്നത് ദി ഒറിജിൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് കറാച്ചി റെസൊല്യൂഷൻ 1931 കറാച്ചി റെസൊല്യൂഷനിലെ കുറച്ച് സോഷ്യോ ഇക്കണോമിക് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നുള്ള ആ ഒരു ഇൻസ്പിറേഷനിലാണ് നമ്മുടെ DPSP ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പിറേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ബട്ട് കറാച്ചി റെസൊല്യൂഷനും അതിനൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ദ CM. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്ലസ് മിനിസ്റ്റേഴ്സും കൂടി ചേർന്നിട്ട് in the council of ministers in the state shall not exceed dash of the total number of members of the legislative assembly of that state. അതായത് എത്ര MLA-മാരുണ്ടോ അത്ര MLA-മാരുടെ ഇത്ര ശതമാന കണക്കാണ് പറയുന്നത്. ഇത്ര ശതമാനം മാത്രമേ മിനിസ്റ്റേഴ്സ് പ്ലസ് ചീഫ് മിനിസ്റ്റർ ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെത്ര ശതമാനമാണ്? അല്ലാതെ കുറേ ആൾക്കാർ കുറേ പേരെ മിനിസ്റ്റർ ആക്കാൻ പറ്റില്ല. അത് ഇത്ര ഒരു അസംബ്ലിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഇത്ര ശതമാനം മാത്രമേ മിനിസ്റ്റർ പ്ലസ് ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റുള്ളൂ. അത് എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. എന്താണ്? 20%, 10%, 15%, 25%. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 15% മാത്രമേ ആകാൻ പാടുള്ളൂ. സോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 15% മാത്രമായിരിക്കണം മിനിസ്റ്റേഴ്സ് പ്ലസ് ചീഫ് മിനിസ്റ്റർ വരുന്നത്. ഇപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുത്ത് നോക്കിക്കോ. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ എത്രയാണ് ടോട്ടൽ മെമ്പേഴ്സ് വരുന്നത്? 140. ആൻഡ് 140 ആണെങ്കിൽ അതിൻ്റെ 15%. സോ അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 21. സോ ടോട്ടൽ ചീഫ് മിനിസ്റ്റർ പ്ലസ് മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 21 കൂടാൻ പാടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് 15%. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നൊരു കേസ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മാരത്തോൺ സെഷനിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ മാരത്തോണിൻ്റെ പാർട്ട് 1 ആണ് കഴിഞ്ഞത്. പാർട്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അത്ര വരെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് നോക്കുക, റിവൈസ് ചെയ്യുക, ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് തന്നെ നാളൊരു ചോദ്യമാകാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ, ചില ഓപ്ഷൻസ് നമുക്ക് മനസ്സിലായില്ല എങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഒരെണ്ണം ക്രാക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടതുപോലെ. അപ്പോൾ അങ്ങനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി നേടിയെടുക്കണം. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്